ക്ലാസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് മലയാളം ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. പ്രധാനപ്പെട്ട തെരഞ്ഞെടുത്തിട്ടുള്ള 50 ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മോക്ക് ടെസ്റ്റ് പോലെ തന്നെ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് സ്വയം ചെക്ക് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ ആശയം. ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ ആശയം വിഷമിപ്പിക്കുക എന്നതാണ്. ശതകം ചൊല്ലിക്കുക, വിഷമിപ്പിക്കുക. അടുത്ത ചോദ്യം, യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. അതിന്റെ മലയാളമാണ് ചോദിച്ചിരിക്കുന്നത്. ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം. കാക്ക എന്ന പദത്തിന്റെ പര്യായം വായസം. അടുത്ത ചോദ്യം, കീറാമുട്ടി എന്ന ശൈലിയുടെ അർത്ഥം. വിഷമ പ്രശ്നം. കീറാമുട്ടി എന്ന ശൈലിയുടെ അർത്ഥം വിഷമ പ്രശ്നം. ശരിയായ പദം ഏത്? കൃത്രിമം എന്നതാണ് വാക്ക്. ഇതിൽ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പദം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള പദം, കൃത്രിമം. ഓപ്ഷൻ ബി. വാക്യങ്ങളുടെ അവസാനം ചേർക്കുന്ന ചിഹ്നമേത്? ചിഹ്നം ബിന്ദുവാണ്. ഓപ്ഷൻ സി, ബിന്ദു. ഫുൾ സ്റ്റോപ്പ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതിന് സമാനമായ പഴമൊഴി. പയ്യെ തിന്നാൽ പനയും തിന്നാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പയ്യെ തിന്നാൽ പനയും തിന്നാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വീണ എന്ന വാക്കിന്റെ പര്യായ പദമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വർവണ, വിഭജിക, വല്ലക്കി, വിഭഞ്ചി. ഇതില് വീണ എന്ന വാക്കിന്റെ പര്യായ പദം അല്ലാത്തത് ഓപ്ഷൻ എ ആണ് ഉത്തരം, വർവണ. ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ നഖം എന്ന വാക്കിന് അർത്ഥമല്ലാത്തത് ഏത്? നഖം എന്ന വാക്കിന് അർത്ഥമല്ലാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് കരരുഹം, വസരം, നഗരം, പുനർഭവം എന്നിവയാണ്. ഇതിൽ നഖം എന്ന വാക്കിന് അർത്ഥമല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, വസരം. ഓപ്ഷൻ ബി, വസരം. അന്യേതരം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി ആണ് ഉത്തരം, അന്യ പ്ലസ് ഇതരം. അന്യേതരം. ശരിയായ പദം എഴുതുക. ശരിയായിട്ടുള്ള പദം തന്നിരിക്കുന്ന പദം ദ്രൗപദി എന്നതാണ്. ഇതിൽ ശരിയായിട്ടുള്ള പദം ഓപ്ഷൻ ബി ആണ്, ദ്രൗപദി. ഓപ്ഷൻ ബി. അധികരിക്കുക എന്ന പദത്തിന്റെ അർത്ഥം. അടിസ്ഥാനമാക്കുക. അധികരിക്കുക എന്ന പദത്തിന്റെ അർത്ഥം അടിസ്ഥാനമാക്കുക. കൈ എന്നർത്ഥം വരാത്ത പദമേത്? തന്നിരിക്കുന്നത് കരം, പാണി, ശീർഷം, ഭുജം എന്നിവയാണ്. ഇതിൽ കൈ എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ശീർഷം. ഓപ്ഷൻ സി, ശീർഷം. അടുത്ത ചോദ്യം, കല്ല് പ്ലസ് മതിൽ ചേർത്തെഴുതുന്നത്. കല്ല് പ്ലസ് മതിൽ ചേർത്തെഴുതുന്നത് ഓപ്ഷൻ സി, കന്മതിൽ. ഓപ്ഷൻ സി ആണ് ഉത്തരം, കന്മതിൽ. കല്ല് പ്ലസ് മതിൽ, കന്മതിൽ. അഫിഡവിറ്റ് എന്ന പദത്തിന്റെ പരിഭാഷ. ഓപ്ഷൻ ബി ആണ്, സത്യവാങ്മൂലം. അഫിഡവിറ്റ് എന്നതിന്റെ പരിഭാഷയാണ് സത്യവാങ്മൂലം. അഫിഡവിറ്റ്, സത്യവാങ്മൂലം.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ പദം ഏത്? ശരിയായിട്ട് എഴുതിയ പദം തന്നിരിക്കുന്ന പ്രസ്താവന, ഹ്രസ്വദൂരം, ആഘാതം, പാദസ്വരം. ഇതിൽ ശരിയായിട്ടുള്ള പദം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ആഘാതം. ഓപ്ഷൻ സി. രാവിലെ എന്ന പദം പിരിച്ചെഴുതുക. രാവിലെ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. രാവിൽ പ്ലസ് എ. രാവിലെ. രാവിൽ പ്ലസ് എ. അടുത്ത ചോദ്യം, ശരിയായ വാക്യം ഏത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ്: നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം. നാളെയോ അഥവാ മറ്റന്നാളോ നമുക്ക് കാണാം. നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ പരസ്പരം കാണാം. നാളെയോ മറ്റന്നാളോ നമുക്ക് കാണാം. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, നാളെയോ മറ്റന്നാളോ നമുക്ക് കാണാം എന്നതാണ്. അടുത്ത ചോദ്യം, കരി തേക്കുക എന്ന ശൈലിയുടെ അർത്ഥം. കരി തേക്കുക തന്നിരിക്കുന്നത് വിരൂപമാക്കുക, കളിയാക്കുക, കാണാതാക്കുക, ആക്ഷേപിക്കുക. കരി തേക്കുക, ആക്ഷേപിക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആക്ഷേപിക്കുക. കൃഷിയെ സംബന്ധിച്ചത്, ഇതിന്റെ ഒറ്റപ്പദം. കൃഷിയെ സംബന്ധിച്ചത് ആർഷമാണ്, ആർഷം. കന്ധരം, കന്ധരം. അർത്ഥവ്യത്യാസം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആദ്യത്തെ കന്ധരം അർത്ഥം വരുന്നത് ഗുഹയാണ്. രണ്ടാമത്തെ കന്ധരം അർത്ഥം വരുന്നത് കഴുത്ത്. ആദ്യത്തേത് ഗുഹ, രണ്ടാമത്തേത് കഴുത്ത്. അടുത്ത ചോദ്യം, അർത്ഥവ്യത്യാസം കണ്ടെത്തുക. അർത്ഥവ്യത്യാസം കണ്ടെത്തുക. രണ്ട് പദങ്ങൾ തന്നിരിക്കുന്നു, ഒളി, ഒലി എന്നിവയുടെ അർത്ഥവ്യത്യാസം കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ആദ്യത്തെ ഒളി അർത്ഥം ശോഭ, രണ്ടാമത്തേത് ഒലി അർത്ഥം ശബ്ദം. ഒളി ശോഭ, ഒലി ശബ്ദം. അടുത്ത ചോദ്യം, ശരിയായ രൂപമേത്? ശരിയായിട്ടുള്ള രൂപം തന്നിരിക്കുന്ന വാക്ക് ജീവശവം എന്നതാണ്. ജീവശവം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. ശരിയായ പ്രയോഗം ഏത്? തന്നിരിക്കുന്നത് യഥേഷ്ടം പോലെ, ഹാർദവമായി, ദശകാലമായി, സാധാരണമായി. ഇതിൽ ശരിയായിട്ടുള്ള പദം സാധാരണമായി എന്നതാണ്. ഓപ്ഷൻ ഡി, സാധാരണമായി. ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ എന്ന ശൈലിയുടെ അർത്ഥം ക്രമത്തിന് പ്രവർത്തിക്കുക. ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ എന്ന ശൈലിയുടെ അർത്ഥം ക്രമത്തിന് പ്രവർത്തിക്കുക. അടുത്ത ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ള പദം ഇവിടെ തന്നിരിക്കുന്നത് ചിലവ്, അങ്ങനെ, അധികൃതർ, അധ്യക്ഷം എന്നിവയാണ്. ഇതിൽ ശരിയായിട്ടുള്ള പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. അധ്യക്ഷമാണ് ശരിയായിട്ടുള്ള പദം. അടുത്ത ചോദ്യം, വൺ ഹു ഈസ് ഡ്രിവൺ ടു ദ വാൾ എന്നതിന്റെ ശരിയായ അർത്ഥം. വൺ ഹു ഈസ് ഡ്രിവൺ ടു ദ വാൾ എന്നതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം ഓപ്ഷൻ സി ആണ്, ഗതികെട്ടവൻ. വൺ ഹു ഈസ് ഡ്രിവൺ ടു ദ വാൾ, ഗതികെട്ടവൻ. അടുത്ത ചോദ്യം, ദൗഹിത്രി അർത്ഥം എന്ത്? ദൗഹിത്രി അർത്ഥം മകളുടെ മകൾ. ദൗഹിത്രി മകളുടെ മകൾ. ശരിയായ രൂപം ഏത്? ശരിയായിട്ടുള്ള രൂപം ഉദ്ഘാടനം എന്നതാണ് വാക്ക്. ഇതിൽ ശരിയായിട്ടുള്ള രൂപം ഓപ്ഷൻ സി ആണ്, ഉദ്ഘാടനം. ഓപ്ഷൻ സി, ഉദ്ഘാടനം. രാമേശ്വരത്തെ ക്ഷൗരം എന്ന ശൈലിയുടെ അർത്ഥം. രാമേശ്വരത്തെ ക്ഷൗരം എന്ന ശൈലിയുടെ അർത്ഥം പൂർത്തിയാക്കാത്ത കാര്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പൂർത്തിയാക്കാത്ത കാര്യം. രാമേശ്വരത്തെ ക്ഷൗരം എന്ന ശൈലിയുടെ അർത്ഥം പൂർത്തിയാക്കാത്ത കാര്യം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് തമ്പ്രാക്കൾ, വാദ്യർ, പണിക്കർ, അധ്യാപകൻ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് അധ്യാപകനാണ്. അധ്യാപകൻ. മഞ്ജീരം എന്ന വാക്കിന്റെ അർത്ഥം. മഞ്ജീരം എന്ന വാക്കിന്റെ അർത്ഥം കാൽച്ചിലമ്പാണ്. മഞ്ജീരം, കാൽച്ചിലമ്പ്. അടുത്ത ചോദ്യം,
When I saw him, he was sleeping എന്നതിന്റെ പരിഭാഷ. When I saw him, he was sleeping എന്നതിന്റെ പരിഭാഷ. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറക്കമായിരുന്നു. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറക്കമായിരുന്നു. When I saw him, he was sleeping. പറഞ്ഞവൻ എന്നർത്ഥം വരുന്ന വാക്ക്. പറഞ്ഞവൻ എന്നർത്ഥം വരുന്ന വാക്ക്. പ്രേഷകൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രേഷകൻ. പറഞ്ഞവൻ, പ്രേഷകൻ. നിണം എന്നർത്ഥം വരുന്ന പദം. നിണം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സലിലം, ഏണം, ധര, രുധിരം. നിണം എന്നർത്ഥം വരുന്നത് രുധിരമാണ്. രുധിരം. നിണം എന്നർത്ഥം വരുന്നത് രുധിരം. അടുത്ത ചോദ്യം, ഗേൾസ് ഈറ്റ് ഐസ്ക്രീം. ഈ വാക്യത്തിന്റെ ഏറ്റവും ഉചിതമായ തർജ്ജമ ഏത്? ഗേൾസ് ഈറ്റ് ഐസ്ക്രീം. ഓപ്ഷൻ സി ആണ് പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നുന്നു. ഓപ്ഷൻ സി, പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നുന്നു. ശരിയായ പദം ഏത്? ശരിയായ വാക്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓരോ ആളുകളും അവരവരുടെ സ്ഥാനത്തിരിക്കണം. ഓരോ ആളുകളും അവരവരുടെ സ്ഥാനത്തിരിക്കണം. ദ്വിത്വസന്ധിക്ക് ഉദാഹരണം ഏത്? ദ്വിത്വസന്ധിക്ക് ഉദാഹരണം തന്നിരിക്കുന്നത് കാറ്റുണ്ട്, തിരുവോണം, കടൽ തീരം, വാഴയില. ദ്വിത്വസന്ധിക്ക് ഉദാഹരണം കടൽ തീരമാണ്. ഓപ്ഷൻ സി, കടൽ തീരം. തണ്ടാർ എന്ന പദം പിരിച്ചാൽ, തണ്ടാർ എന്ന പദം പിരിച്ചാൽ തൺ പ്ലസ് താർ ആണ്. തണ്ടാർ എന്ന പദം പിരിച്ചാൽ തൺ പ്ലസ് താർ. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ. പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. ശരിയായ വാക്യം ഏത്? ഓരോരുത്തരും അവരുടെ സ്ഥാനത്ത് ഇരിക്കണം. ഓരോരുത്തരും അവരുടെ സ്ഥാനത്ത് ഇരിക്കണം. അഭിജ്ഞാനം എന്ന പദത്തിന്റെ അർത്ഥം. അഭിജ്ഞാനം. ഓപ്ഷൻ എ ആണ് അടയാളം. അഭിജ്ഞാനം എന്ന പദത്തിന്റെ അർത്ഥം അടയാളം. ആർദ്രം. ആർദ്രം എന്നതിന്റെ വിപരീതം. ആർദ്രം എന്നതിന്റെ വിപരീതം ശുഷ്കരമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ശുഷ്കരം. ആർദ്രം, ശുഷ്കരം. ഇരുതലമൂരി എന്ന ശൈലിയുടെ അർത്ഥം. ഇരുതലമൂരി എന്ന ശൈലിയുടെ അർത്ഥം ഏഷണിക്കാരൻ. ഇരുതലമൂരി എന്ന ശൈലിയുടെ അർത്ഥം ഏഷണിക്കാരൻ. ഡയമണ്ട് കട്ട് ഡയമണ്ട്. ഇതിന് സമാനാർത്ഥമുള്ള ചൊല്ല്. ഡയമണ്ട് കട്ട് ഡയമണ്ട്. ഇതിന് സമാന അർത്ഥമുള്ള ചൊല്ല്. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം. ഡയമണ്ട് കട്ട് ഡയമണ്ട്. ആസ് ഗുഡ് ആസ് ഗോൾഡ് എന്നതിന് ചേരുന്ന പ്രയോഗം. ആസ് ഗുഡ് ആസ് ഗോൾഡ് എന്നതിന് ചേരുന്ന പ്രയോഗം. ഓപ്ഷൻ സി ആണ് നല്ല സ്വഭാവമുള്ള. നല്ല സ്വഭാവമുള്ള. ആസ് ഗുഡ് ആസ് ഗോൾഡ്. സമ്പൂർണം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? സമ്പൂർണം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ആപാതചൂഡം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആപാതചൂഡം. സമ്പൂർണം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് ആപാതചൂഡം. ഘടകപദങ്ങളായി വിഗ്രഹിക്കുവാൻ സാധിക്കാത്ത പദം. ഘടകപദങ്ങളായിട്ട് വിഗ്രഹിക്കുവാനായിട്ട് സാധിക്കാത്ത പദം. ഇവിടെ തന്നിരിക്കുന്നത് അഞ്ചാറ്, ചെമ്പരത്തി, നാമ്പറ, പൂമാല എന്നിവയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഘടകപദങ്ങളായിട്ട് വിഗ്രഹിക്കാൻ സാധിക്കാത്ത പദം ചെമ്പരത്തി. ഏറ്റവും ഉചിതമായ വാക്യം ഏത്? തന്നിരിക്കുന്നത് വായിക്കാം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഉദ്യോഗസ്ഥരോടൊപ്പം ജനങ്ങളും സഹകരിച്ചു പ്രവർത്തിച്ചു. ഉദ്യോഗസ്ഥരോടൊപ്പം ജനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഉദ്യോഗസ്ഥരോടൊപ്പം ജനങ്ങളും പങ്കുചേർന്നു പ്രവർത്തിച്ചു. ഉദ്യോഗസ്ഥരോടൊപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ജനങ്ങളും സഹകരിച്ചു പ്രവർത്തിച്ചു. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഉചിതമായ വാക്യം ഉദ്യോഗസ്ഥരോടൊപ്പം ജനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു. അവസാനത്തെ ചോദ്യമാണ്,
സൃഷ്ടിയുടെ വിപരീതാർത്ഥമുള്ള പദം. സൃഷ്ടിയുടെ വിപരീതാർത്ഥമുള്ള പദം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സംഹാരം. സൃഷ്ടി ഓപ്പോസിറ്റ് സംഹാരം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ. 50 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്